ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഒരു ഗോൾഡ് ഫാം ഉണ്ടാക്കണം. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഒരു ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. നമുക്ക് ആ വില്ലേജസിനെ ഒന്ന് ക്യൂർ ചെയ്യുക കാര്യങ്ങളൊക്കെ വേണം. അപ്പം ആ വില്ലേജസ് ഭയങ്കരമായിട്ട് എമറാൾഡ് കൂട്ടിയാണ് ഗൈസ് തരുന്നത്. നല്ല ബുക്സ് എല്ലാം നല്ല എമറാൾഡ് കൂട്ടിയാണ് തരുന്നത്. നമുക്ക് അവരുടെയൊക്കെ റേറ്റ് ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അവരൊക്കെ ഒന്ന് ക്യൂർ ചെയ്തെടുക്കണം. നമുക്ക് ആ പണിയും കൂടെ ഒന്ന് ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഒരു ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ താഴോട്ട് ഇറങ്ങാം, ട്രേഡിംഗ് ഹാളിലോട്ട് കയറാം. ഈ ചെസ്സിനകത്ത് 19 എമറാൾഡ് ഞങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടെ ലിവർ വെച്ചിട്ടുണ്ട്. ഈ ലിവർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിവർ ഓൺ ആയി കഴിയുമ്പോൾ എല്ലാവരെയും ഈ ഒരു ട്രാപ്പ് ഡോർ ഓപ്പൺ ആകും. വീണ്ടും ഈ ലിവർ ഓഫ് ആയി കഴിഞ്ഞാൽ എല്ലാവരെയും ട്രാപ്പ് ഡോർ അടയും. പക്ഷേ അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ വില്ലേഴ്സിനൊക്കെ നമുക്ക് ഇന്ന് ക്യൂർ ചെയ്തെടുക്കേണ്ട വരും. നമുക്ക് ഇവരൊക്കെ ക്യൂർ ചെയ്യണം. റേറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇവിടെ തരുന്ന ഏതാണ്, ഫയർ റെസ്പെക്റ്റ് അല്ലല്ലോ, ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. എത്ര തരുന്നത്? 54 എമറാൾഡിനാണ് ഫയർ പ്രൊട്ടക്ഷൻ തരുന്നത്. നമുക്ക് ഇവരുടെ റേറ്റ് ഒന്ന് പറയണം. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊന്ന് ചെയ്യാനുണ്ട്. നമുക്ക് അതിന് മുമ്പ് ഗോൾഡ് ഫാം ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഗോൾഡ് ഫാം ഉണ്ടാക്കണം ഗൈസ്. അതിന് മുമ്പായിട്ട് എൻ്റെ ഡയമണ്ട് പിക്കാക്സ് ഞാൻ കാണിക്കാം ഗൈസ്. നിങ്ങൾ ഈ ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ട്, ഫോർച്യൂണിൻ്റെ. ഈ പിക്കാക്സിലേക്ക് നമുക്ക് മെൻറ്റിങ് കൂടെ ഇടണം. മെൻറ്റിങ് ചെയ്യണമെങ്കിൽ ഞാനൊരു ബുക്കും എടുത്തോട്ടെ. ഇതിനകത്ത് ഇതിൻ്റെ ലെവൽ കുറഞ്ഞിരിക്കുകയാണ്, കുറച്ചൊന്ന് കൂട്ടാം. അപ്പോൾ മെൻറ്റിങ് കൂടെ വേണം. മെൻറ്റിങ് ബുക്ക് വാങ്ങാം ഗൈസ്. നമുക്ക് മെൻറ്റിങ് ഒരു ബുക്ക് വാങ്ങാം, എന്നിട്ട് ഇതിനകത്തോട്ട് ഇടാം. ഒരു മെൻറ്റിങ്, ഒരു മെൻറ്റിങ് ഇട്ടിട്ടുണ്ട്. മെൻറ്റിങ് കൂടെ ആഡ് ചെയ്തപ്പം കറക്റ്റായിട്ടുണ്ട് എല്ലാവരോടും. ഞാൻ ഇതിൻ്റെ ലെവൽ കുറഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് XP ഫാം വരെ പോയിട്ട് ഇതിൻ്റെ ലെവൽ ഒന്ന് കൂട്ടിയിട്ട് വരാം. അങ്ങനെ മൊത്തം ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി തിരിച്ചു പോവാം ഗൈസ്. ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ആയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ടാണ് ഗൈസ് അയൺ ഫാമും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവിടുന്ന് ഒരു 10, 20, 30 ബ്ലോക്ക് ദൂരെയായിട്ടാണ് ഇവിടെ ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. ഇതൊരു ഐലാൻഡാണ്. ഞാൻ നോക്കട്ടെ, ദൂരെ ഒരു മേൾപോട്ട് കയറിയിട്ട് നോക്കാം ഗൈസ്. ഇതൊരു ഐലാൻഡാണ്. ഐലൻഡ് പോലെയാണ് ഗൈസ് കിടക്കുന്നത്. ഇതുകൊണ്ടായിരിക്കും നമ്മുടെ അയൺ ഫാമും. അവിടെ ആയിട്ടാണ് ഞാൻ ഗോൾഡ് ഫാം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം താഴോട്ടെ ഗൈസ്. അതിനിവിടെ ഗോൾഡ് ഫാം കാര്യങ്ങളൊക്കെ പണിയണം. അതിന് റിസോഴ്സ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരണം. 40 ഒബ്സീഡിയൻ ആണ് ഗൈസ് വേണ്ടത്. 40 ഒബ്സീഡിയൻ. നമുക്ക് അതിന് അത് കളക്ട് ചെയ്തുകൊണ്ട് വരണം. ഓക്കെ, നമുക്കൊരു 40 ഒബ്സീഡിയൻ കളക്ട് ചെയ്യാം ഗൈസ്. പക്ഷേ നമുക്ക് 40 ഒബ്സീഡിയൻ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 49 ഒബ്സീഡിയൻ നമുക്ക് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം. ഒരു 9 ചെസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. 9 ചെസ്റ്റ്. ഒരു ഹോപ്പറും കയറിക്കട്ടെ. അതിനകത്തിരിക്കട്ടെ. ഹോപ്പർ 8 ചെസ്റ്റ്, 40 ഒബ്സീഡിയൻ. ബ്ലോക്സ് വേണം. ഇത് പണിയാൻ വലിയ ബ്ലോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും വേണ്ട കുറച്ചുണ്ട്. നമുക്കത് അത് വരുന്നുണ്ട്. ഇതിന് നമുക്ക് സ്ലാബ് ആകാം. കുറച്ചാണ് നമുക്ക് സ്ലാബ് ആകേണ്ട ആവശ്യമുണ്ട്. സ്ലാബ് ഒരു സ്റ്റാക്കിൻ്റെ ആവശ്യം മതി. സ്ലാബും കൂടെ വേണം. നമുക്ക് സ്ലാബും കൂടെ സെറ്റ് ചെയ്യാം. സ്ലാബും സെറ്റായിട്ടുണ്ട്. ഡിസ്പെൻസർ ഉണ്ടാക്കണം. അതിനിപ്പം രമ്പും ഒരു ബോ എടുക്കണം. ഒരു ഡിസ്പെൻസർ സെറ്റായിട്ടുണ്ട്. 11 ഒബ്സർവർ ഉണ്ടാക്കണം. അത് ഇത്തിരി ടഫാണ്. 11 ഒബ്സർവർ എന്ന് പറയുമ്പം എളുപ്പമാണ്, കുഴപ്പമില്ല. എത്ര ഉണ്ട് എൻ്റെ? 11, 4 എൻ്റെ കയ്യിൽ പോകും. ഇനി അതിൽ പോകേണ്ടി വരും. ഞാൻ അതിൽ പോയിട്ട് വരാം ഗൈസ്. അത് കുറച്ച് ആവശ്യമുണ്ട്, അതെടുത്തിട്ട് വരാം. 11 ഒബ്സർവർ വേണം. 11 ഒബ്സർവർ. 9, 10, 11. ഓക്കെ, അതുമായിട്ടുണ്ട്.
2 ലിവറും കൂടെ വേണം, അതെടുത്തിട്ടുണ്ട്. 4 ട്രാപ്പ് ഡോർ വേണം, അതിരിക്കട്ടെ. ഞാൻ കുറച്ച് സാധനത്തിൻ്റെ അടുത്ത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്ലാസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, അതിനുവേണ്ടി ഒരു 27 ലാഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിരിക്കട്ടെ കയ്യിൽ. ഒരു 4 പിസ്റ്റൺ വേണം, 4 പിസ്റ്റൺ ആയിട്ടുണ്ട്. 5 എണ്ണോ? എനിക്ക് എപ്പോഴും ഈ പിസ്റ്റണിൻ്റെ കണക്ക് തെറ്റിപ്പോവും. 4 ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 എണ്ണം ഉണ്ടാവും. 4 മതി. ഗൈസ്, ലാവ ബക്കറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതും വെച്ച് ഒരു സാധാ ബക്കറ്റും കൂടെ വെച്ചിട്ടുണ്ട്. 49 ഗ്ലാസ്, ഒരെണ്ണം കൂടെ വന്നപ്പോൾ 50 ഗ്ലാസ്. ഓക്കെ, 50 ഗ്ലാസിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിനി ഗൈസ് ഗോൾഡ് ഫാം ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. വേറെ ഒന്നുമല്ല, ട്രൈഡൻറ്റ് വേണം. അതിന് നമുക്ക് ഈ ഒരു ഡ്രോണിനെ നമ്മൾ കൊല്ലണം ഗൈസ്. ആ ഡ്രോണിനെ കൊന്നാലൊക്കെ ട്രൈഡൻറ്റ് ഡ്രോപ്പ് ചെയ്യത്തുള്ളൂ. ഞാൻ അവനെ കൂടെ ഒന്ന് കൊന്നിട്ട് നമുക്ക് കാണാം. കുറച്ച് നല്ല ടൈം എടുക്കും, നമുക്ക് അതുകൂടെ ചെയ്യുക ഗൈസ്. അങ്ങനെ 10-16 ഡ്രോണിനെ കൊന്നപ്പം ഒരു ട്രൈഡൻറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഗോൾഡ് ഫാം പണിയാം. ഓക്കെ, എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഫാം പണിയാൻ വേണ്ടി പോകാം ഗൈസ്. അവിടെയാണ് പണിയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം ഗൈസ് ആദ്യം. ഇവിടെ നിന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ആയിട്ട് ഫാം പണിയാം. ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് വെക്കുക, 10 ഒബ്സിഡിയൻ കറക്റ്റായിട്ട് വെക്കുക. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. ഇവിടുന്ന് മേലോട്ട് 10 എണ്ണം. ഇതിൻ്റെ മേളിലൊരു ബ്ലോക്ക്, സൈഡിലോട്ട് 10 എണ്ണം. അങ്ങനെ ഒബ്സിഡിയൻ മൊത്തം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിയും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് ബ്ലോക്ക് ഇങ്ങനെ വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിനി അതും കൂടെ സെറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ ഈ ഗോൾഡ് ഫാം പണിയുന്നത് ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണുമെന്ന് തോന്നുന്നു, അറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ചാനൽ നോക്കിയാൽ മതി. ഇതിൻ്റെ മേളിൽ സ്ലാബ് വെക്കണം. എന്തിനിങ്ങനെ സ്ലാബ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലൊന്നും സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം 1 ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ മേളിൽ എന്തെങ്കിലും സ്പോൺ ആവും. പക്ഷേ ഹാഫ് ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ മേളിൽ ഒന്നും സ്പോൺ ആവത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്ലാബ് വെക്കുന്നത്. ഇവിടെ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ വരെയാണ് വെള്ളം പോകുന്നത്. അതിന് വേണ്ടി ഈ ഒരു ഭാഗം കൂടെ ഇവിടുത്തെ ബ്ലോക്ക് ഒട്ടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ബ്ലോക്ക് ഒട്ടിച്ചാൽ മതി. വെള്ളം ഫ്ലോ ആയി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് ഒരു 20 ബ്ലോക്ക് അടിയിലോട്ട് പോകണം. അതിന് മുമ്പായിട്ട് ഇനി കുറച്ച് പരിപാടി മേളിൽ ചെയ്യാറുണ്ട്. ഇനി അതും കൂടെ ചെയ്യണം. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക. ഇതിൻ്റെ മേളിലൊരു ഡിസ്പെൻസർ കൂടെ വെക്കുക. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ലിവർ ഇരിക്കട്ടെ. ഇവിടെ ഒരു ഒബ്സർവർ, ഇവിടുന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് 2 ഒബ്സർവർ ഇങ്ങോട്ട്. അപ്പോൾ ഇതൊരു ക്ലോക്കായി ഗൈസ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കായി. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഒബ്സർവർ വെച്ചിട്ട് തിരിച്ച് 2 ഒബ്സർവർ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലോക്കായി മാറിയിട്ടുണ്ട്. ഇനി എന്നെ മൊത്തം ഒന്ന് കവർ ചെയ്യാം. ഗൈസ്, ലാവ് ഒഴിച്ചാൽ പോർട്ടൽ കത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വർക്കാക്കി എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്പെൻസർ ഇപ്പോൾ വർക്കിംഗ് ഇല്ല, അതിനെ ഒന്ന് വർക്കാക്കി എടുക്കണം. അതിനിപ്പം ഗൈസ് അങ്ങനെ കംപ്ലീറ്റ്ലി വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഇവിടെ ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു. ഞാൻ ഇതൊന്നും കൂടെ റിപ്പയർ ചെയ്തെടുത്തതാണ്. ഗൈസ്, ഇനി ഇത് ഇവിടുന്ന് 20 ബ്ലോക്ക് അടിയിലോട്ട് പോകണം. ഓക്കെ, ഇവിടുന്ന് ഇനി 20 ബ്ലോക്ക് അടിയിലോട്ട് പോകണം. ഇവിടെ ഒരെണ്ണം വെക്കാം. അപ്പോൾ ഇവിടെ വരെ വെള്ളം വരത്തുള്ളൂ. ഇപ്പോൾ ഇത് 62-ലാണ്, എന്ന് വെച്ചാൽ 63 കൂട്ടിയാൽ മതി. എന്നിട്ട് അവിടുന്ന് 20 ബ്ലോക്ക് അടിയിലോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു 42 അല്ല 43 ബ്ലോക്ക് അടിയിലോട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. 43 ബ്ലോക്ക് അടിയിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ ബ്ലോക്ക്. അയ്യോ
എന്തെവിടെ നടന്നേ? ഗൈസ് അങ്ങനെ സാധനം എല്ലാം തിരിച്ചിട്ടുണ്ട്. തോണ്ടിരുത്ത് ഇവനെ പോടാ. ഇടാ പിന്നെ കിട്ടുന്ന കാണാൻ പറ്റുന്നില്ല. ലൈറ്റില്ല ഗൈസ്, എൻ്റെ ലൈറ്റെല്ലാം പോയി. ലൈറ്റില്ല, എൻ്റെ ലൈറ്റില്ല. പോടാ, മേലോട്ടെങ്കിലും കയറണം. ഗൈസ് അങ്ങനെ ഇവിടെ നിന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിനി ഒന്ന് പൊട്ടിക്കട്ടെ. താഴെ സംഭവമൊക്കെ ഉണ്ട്. കുറച്ച് മേളോട്ട് കയറാം, അതായിരിക്കും സേഫ്. അതായിരിക്കും നല്ലത്. ഈ അരിക്കണം മതി. ഇവിടെ അങ്ങോട്ട് ഒഴിക്കാം. ഒരു ഹാളാക്കി എടുക്കാം. ഗൈസ് ഇവിടെ ഒരു ഹാള് പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു ഹോപ്പർ ചെസ്റ്റ് കണക്ഷൻ ആദ്യം കൊണ്ടുവരണം. ഇവിടെ ഒരു ഇവിടെയായിട്ടൊരു പിസ്റ്റൺ ഓക്കെ സെറ്റാണ്. ഇവിടെ ഹോപ്പറല്ലോ ഒബ്സർവർ. ഇങ്ങനെ ഒബ്സർവർ വെക്കണം. ഒരു ക്ലോക്ക് സെറ്റ് ചെയ്യണം. വർക്കാണ്. ഇവിടെ ലിവർ ഇവിടെ വെക്കാം. ഓക്കെ സെറ്റ്. ഇവിടെ നിന്ന് ഇനി താഴോട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് കുറച്ചും കൂടെ ചെസ്റ്റ് വെക്കണം. ചെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അത് ഓഫ് ക്യാമറ ഞാൻ ചെയ്തോളാം. നമുക്കിത് ഇനി ഒന്ന് മേലോട്ട് കയറണമല്ലോ. മേലോട്ട് കയറുന്നുണ്ട് ഗൈസ്. ഞാനിനി ഒന്ന് മേലോട്ട് കയറാൻ വേണ്ടി ഒരു ഒന്നുണ്ടാക്കിയെടുക്കട്ടെ. നൈറ്റ് ആയെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ കിടന്നുറങ്ങട്ടെ ഗൈസ്. ഇനി മേലോട്ടൊന്ന് പോകണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ട്രൈഡൻറ്റും കൂടെ ഒന്ന് എറിഞ്ഞോട്ടെ. ഇവിടെ ഇനി ഒരു നോക്കിയിട്ട് ട്രൈഡൻറ്റ് എറിഞ്ഞിട്ടുണ്ട്. യെസ്, വർക്കിംഗ് ആണ്. സ്ലാബ് എടുക്കുക. ഇതിൻ്റെ മേളിലായിട്ട് ഇനി സ്ലാബ് വെക്കണം. ഒന്നുകൂടെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഫാമിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മേലോട്ട് പോകാൻ വേണ്ടി ഇവിടുന്ന് മേലോട്ട് ഒരു കുറച്ച് ലാഡർ സെറ്റ് ചെയ്യാം. ഗൈസ് ഇനി ഫാം വർക്കാണോ എന്ന് നോക്കണം. നമുക്കിനി അത് ഇവിടെ ലിവർ ഉണ്ട്. ആ ലിവർ ഇനി ഓണാക്കാം. യെസ്, വർക്കിംഗ് ആണ്. നല്ല രീതിയിൽ സ്പോൺ ആവുന്നുണ്ട്. കുറച്ച് നേരം ഇവിടെ നിൽക്കാം ഗൈസ്. യെസ് ഗൈസ്, ഇവിടെ മൊത്തം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കിനി ലിവർ ഒന്ന് ഓപ്പണാക്കി നോക്കാം. യെസ്, നല്ല രീതി ഇപ്പോൾ ഡെഡാകുന്നുണ്ട്. ഗൈസ് ഫാം നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. നമുക്ക് താഴോട്ട് നോക്കാം. XP നന്നായിട്ട് കിട്ടും ഗൈസ്. ഈ ഫാമിൽ നല്ല രീതിയിൽ XPയും കിട്ടും. യെസ്, നല്ലൊരു ലൂട്ട് വീഴുന്നുണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് പോരാ ഗൈസ്. നമുക്ക് ഇനി താഴോട്ട് കുറച്ച് ചെസ്റ്റും കൂടെ ഇനി ആവശ്യം ഉണ്ട്. ഞാൻ ഇനി ഓഫ് ക്യാമറ ഇനിയും അത് ചെയ്യണം. ഓക്കെ, അത് ഞാൻ ചെയ്തെടുക്കാം. നമുക്കിനി കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കാം ഗൈസ്. അങ്ങനെ കുറേ നേരം ഇവിടെ നിന്നപ്പോൾ കുറേ ഗോൾഡും കിട്ടി. അങ്ങനെ 40 ലെവൽ XPയും കിട്ടി ഗൈസ്. 40 ലെവൽ XP. ഇവിടെ കുറേ സോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചെസ് തുറക്കുമ്പം 28 ഗോൾഡും ഈ ഗോൾഡ് ഇങ്കറ്റിനെ അങ്ങ് നമുക്ക് ഗോൾഡ് ആക്കാം.
43 ഗോൾഡ് കിട്ടി ഗൈസ്. ഞാൻ ഇവിടെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഇങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ നമുക്ക് 2-3 സ്റ്റാക്ക് അടുപ്പിച്ച് കുറേ ഗോൾഡ് കിട്ടും. ഇത് ഗോൾഡ് ഇങ്കറ്റ് ആണ്. ഇത് ഗോൾഡ് ആക്കുമ്പം എനിക്കിപ്പോൾ 43 കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല ഗോൾഡ് ഫാമും ഉണ്ടാക്കി. നമുക്കിനി വില്ലേജസിനെ ക്യൂർ ചെയ്യണം ഗൈസ്. അങ്ങനെ ക്യൂർ ചെയ്യണമെങ്കിൽ നമുക്കിനി കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് അല്ല ഗോൾഡൻ ആപ്പിളും പിന്നെ നമുക്ക് 20 വീക്ക്നെസ് പോർഷനും വേണം. നമുക്ക് 20 വീക്ക്നെസ് പോർഷനും 20 ഗോൾഡൻ ആപ്പിളും ഉണ്ടെങ്കിൽ നമുക്ക് വില്ലേജസിനെ ക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതുണ്ടാക്കണം. നമ്മുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. നമ്മുടെ കയ്യിൽ 17 ആപ്പിളുണ്ട്. നമുക്കൊരു 3 ആപ്പിളും കൂടെ ഒപ്പിക്കണം. ഏതെങ്കിലുമൊക്കെ മരം മുറിച്ചിട്ട് വരാം. 20 ആപ്പിൾ കിട്ടുന്നുണ്ട്. നമുക്ക് 20 ആപ്പിളിന് ഇനി ഗോൾഡൻ ആപ്പിൾ എടുക്കണം. ഗോൾഡൻ ആപ്പിൾ ആക്കണം. ഓക്കെ, നമുക്കിനി ഗോൾഡൻ ആപ്പിൾ ആക്കാം. ഗോൾഡ് എടുത്തു. നമുക്കിനി 20 ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാം. 20 ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി 20 വീക്ക്നെസ് പോർഷൻ ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വീക്ക്നെസ് പോർഷൻ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനമാണ് ഫെർമെൻറ്റർ സ്പൈഡർ ഐ. അതിനുവേണ്ടി സാധനങ്ങളാണ് ഷുഗർ വേണം, പിന്നെ നമുക്ക് എന്താണ് സ്പൈഡറിൻ്റെ ഐ വേണം, പിന്നെ മഷ്റൂം വേണം. ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. അതൊരു 5 എണ്ണം ഞാൻ ഉണ്ടാക്കിയാൽ മതി. 5 എണ്ണം മതി കേസ്, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് 20 ബോട്ടിലും കൂടെ ഉണ്ടാക്കാം. എൻ്റെ ഇപ്പോൾ എത്ര ബോട്ടിലുണ്ട്? ഇത് 2 എണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അത് വെള്ളം നടക്കാം. 4 എണ്ണം. ബാക്കി നമുക്ക് 20 എണ്ണം എടുത്തേക്കാം. 5 ഗൺ പൗഡറും കൂടെ വേണം. എന്നാലും നമുക്ക് ആ വീക്ക്നെസ് പോർഷൻ നമുക്ക് സ്പ്ലാഷ് ആക്കാൻ പറ്റത്തുള്ളൂ, നല്ല എറിയാൻ പറ്റത്തുള്ളൂ നമുക്കതിനെ. നമുക്ക് കുറച്ച് ഗ്ലാസ് ഉണ്ടാക്കാം ഗൈസ്. 16 എണ്ണം മതി. 15, 18. ഓക്കെ, 18 എങ്കിൽ 18. നമുക്ക് ആദ്യം 3 ബോട്ടിലെടുത്തിട്ട് ഒരു ഫെർമെൻ്റ് സ്പൈഡർ എടുക്കുക. എന്നിട്ട് ഈ ബ്രൂയിങ് സ്റ്റാൻഡേർഡ് 3 എണ്ണം എടുത്ത് വെച്ചിട്ട് ഒരു ഫെർമെൻ്റ് സ്പൈഡർ വെക്കുക. അങ്ങനെ വീക്ക്നെസ് പോർഷൻ കിട്ടി. നമുക്കിതിനെ എന്താണ് സ്പ്ലാഷ് പോർഷൻ ആക്കണം. അതിനുവേണ്ടി നമുക്ക് ഗൺ പൗഡർ വേണം. ഈ ഗൺ പൗഡറിനെ നമുക്ക് ഒരു ഗൺ പൗഡർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്പ്ലാഷ് പോർഷൻ ആകും ഗൈസ്. അങ്ങനെ സ്പ്ലാഷ് പോർഷനും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതുപോലെ നമുക്കൊരു 20 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. നമുക്കിപ്പോൾ 3 എണ്ണം ഉണ്ടായി. നമുക്ക് ഇനി ഒരു 17 എണ്ണം കൂടെ മതി. അത് ഗൈസ് അത് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ 20 വീക്ക്നെസ് പോർഷനും 20 ഗോൾഡൻ ആപ്പിളും റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇവരെ ക്യൂർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 ഇടത്തായിട്ട് ഇങ്ങനെ ഹോൾ പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് സോംബി വില്ലേജസിനെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ മേളിലാണ് വില്ലേജസ് നിൽക്കുന്നത്. ഇതിൻ്റെ മേളിലാണ് വില്ലേജസ് നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല അപ്പുറത്തെ സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലാണ് വില്ലേജസ് നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് സോംബി വില്ലേജിനെ കൊണ്ടുവരേണ്ടത്. റെയിലും കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവരണം. മൈൻകാർട്ടും റെയിലും അതെടുത്തുകൊണ്ട് വരാം. അത് വെക്കണം ഗൈസ്. ഇനി ഇവിടെ 32 റെയില് 6 എണ്ണത്തിൻ്റെ ആവശ്യമില്ല, കയ്യിരിക്കട്ടെ. 3 ലിവർ, പിന്നെ ഒരു മൈൻകാർട്ട്, ഒരു സ്റ്റിക്കി പിസ്റ്റൺ, ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക്, ഇവിടെ ആയിട്ട് ലിവർ, ഇവിടെ ആയിട്ടൊരു പവേർഡ് റെയിൽ വെച്ചിട്ട് ഇവിടുന്ന് കുറച്ച് റെയിൽ അങ്ങോട്ട് വെച്ചിട്ട് നടുക്ക് ആവാറില്ല. ഇവിടെ ആവുന്നു. പിന്നെ അതിനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുക. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കുക, ഇവിടെ ലിവർ വെക്കുക. ഓക്കെ, ഇതങ്ങ് ഓണാക്കിയിട്ടേക്കാം. ഇവിടെ ലിവർ വെച്ചിട്ട് ഇതങ്ങ് ഓണാക്കിയിട്ടേക്കാം. ഇവിടെ ഒരു മൈൻ കാട്ടം വെച്ചേക്കാം ഗൈസ്. ഇങ്ങനെയാണ് വർക്കാക്കുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഒരു സോംബി വില്ല തന്നെ കൊണ്ടുവരുത്തണം. അതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ക്ലിയർ ആക്കി എടുക്കട്ടെ. എനിക്കിവിടെ കയറാൻ വേണ്ടി സോംബിയുടെ അങ്ങനെ ഹിറ്റ് കിട്ടും. ഞാനങ്ങനെ ഡെഡായാലോ. ഇവിടെ ചെറുതായിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഗൈസ്. ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഒരു നെയിം ടാഗ് എനിക്ക് വാങ്ങണം. അതിന് ഇവരുടെ കയ്യിൽ നിന്ന് റേറ്റ് കുറേ ഇത് സെറ്റ് ചെയ്യണം. ഏറ്റവും അവസാനമാണ് ഇവർ നെയിം ടാഗ് കാർഡൊക്കെ തരുന്നത്. അപ്പം ഒരു നെയിം ടാഗ് കാർഡൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കാണാം ഗൈസ്. അങ്ങനെ നമുക്കൊരു നെയിം ടാഗും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നെയിം ടാഗ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പേര് ഇടണം. നമുക്ക് എന്ത് പേര് ഇടണം ഇപ്പം എനിക്ക് മനസ്സിലൊന്നും കിട്ടുന്നില്ല ഗൈസ്. പൊട്ടൻ ഇടാം. പൊട്ടൻ ഇരിക്കട്ടെ ഗൈസ്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് സൂംബയെ കൊണ്ടുവരണം. അത് നൈറ്റ് ആവണം ഗൈസ്. നൈറ്റ് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമുക്കിനി പേര് കൊടുക്കാം. പൊട്ടൻ പേരെടുത്തിട്ടുണ്ട്. ഇവൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല ഗൈസ്, ഇവൻ നന്നായിട്ട് ഹിറ്റ് ചെയ്യും. ഇവനെ ഗൈസ് എങ്ങനെയാലും ഈ മൈൻ കാർഡിലോട്ട് എത്തണം, അത് ഇത്തിരി പാടാണ് ഗൈസ്. ഞാൻ എങ്ങനെയും കയറ്റിയിട്ട് കാണാം ഗൈസ്, ഇത് ഇത്തിരി ടഫാണ്, ഞാൻ ഒന്ന് കയറ്റിയിട്ട് കാണാം. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇനി എല്ലാ വില്ലേജസിനെയും ക്യൂർ ചെയ്യണം. ഇവനെ അവിടെ അങ്ങോട്ട് ഓടിച്ച് എത്തിയിട്ട് നമുക്കൊരു പണി ചെയ്യാം. ഇതങ്ങ് ഓഫാക്കാം, ഇതങ്ങ് ഓണാക്കി കൊടുക്കാം. ഓക്കെ ഗൈസ്, വെച്ചിട്ട് ഇവിടെ ആയിട്ട് സിക്കിബിസിനെ വെച്ച് കൊടുക്കുക. ഇവിടെ അടുത്ത് ലിവർ ഓണാക്കുക, ഒന്ന് ഇതാക്കുക ഗൈസ്. വില്ലേജർ വന്നിപ്പോണ്ട്, നമുക്ക് ഈ വില്ലേജറിനെ ഓണാക്കി നോക്കാം. ഇവൻ ഹിറ്റ് ചെയ്യേണ്ടതാണ് ഗൈസ്. യെസ്, ഹിറ്റ് ആവുന്നുണ്ട്. ഒരടി കൊടുത്തു, നമുക്ക് നോക്കാം ഗൈസ്. ഒന്ന് കൊടുത്തു. ഈ സൂം വില്ലേജർ ആവണം ഗൈസ്, എന്നിട്ട് നമുക്ക് ഇവനെ ക്യൂർ ചെയ്യണം. യെസ് ഗൈസ്, അവനങ്ങനെ സോംബി കില്ലർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇമ്പോർട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതങ്ങ് ഓഫാക്കാം. അവിടെ ഇരിക്കട്ടെ. ഇവൻ്റെ ദേഹത്തേക്ക് നമുക്ക് ഈ വീക്ക്നെസ് പോഷനും ഗോൾഡൻ ആപ്പിളും കൊടുക്കാം. അത് ഗൈസ് ഇറങ്ങിയോ, ആയോ അവൻ്റെ പച്ച പാർട്ടികൾ വന്നോ? യെസ് വന്നിട്ടുണ്ട്. ക്യൂർ വരയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം എടുക്കും ഈ വില്ലേജറായി മാറാൻ. നമ്മൾ ലൂട്ടിങ് 3 ആണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 20 വില്ലേജേഴ്സും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല ടൈം എടുക്കും ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാവരും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഒന്ന് വില്ലേജറായി വരാം ഗൈസ്. അങ്ങനെ അവൻ വില്ലേജർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ റേറ്റ് നോക്കാം. 37 എമറാൾഡിന് അവനിപ്പോൾ 12 എമറാൾഡിലാണ് തരുന്നത്, ലൂട്ടിങ് 3 ഗൈസ്. അങ്ങനെ ഇവിടെയുള്ള എല്ലാ വില്ലേജേഴ്സിനെയും നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കണം ഗൈസ്. നമുക്ക് അങ്ങനെ എല്ലാ വില്ലേജേഴ്സിനെയും ആക്കിയെടുക്കാം. ഓക്കെ, കുറേ നേരത്തിന് ശേഷം എല്ലാവരും ക്യൂർ എടുത്തിട്ടുണ്ട്. എല്ലാവരും ക്യൂർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 14 വരെ ക്യൂർ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും 1 എമറാൾഡിന് 2 എമറാൾഡിനൊക്കെ ബുക്ക് വരാൻ തുടങ്ങി. നോക്കാം, വേണ്ട ഇവിടെ 1 എമറാൾഡിന് നമ്മുടെ ലൂട്ടിങ് 3 തരുന്നുണ്ട്. പിന്നെ മിൻറ്റിങ് ഒക്കെ 1 എമറാൾഡിനാണ് തരുന്നത്. എല്ലാവരും 1 എമറാൾഡിനാണ് തരുന്നത്. പിന്നെ എഫിഷ്യൻസി 5 മാത്രമാണെന്ന് തോന്നുന്നു 2 എമറാൾഡിന് തരുന്നത്. എഫിഷ്യൻസി 5 3 എമറാൾഡിനാണ് തരുന്നത്. ഓക്കെ ഗൈസ്, പിന്നെ ഇവിടെ ഒരു ചെറിയ അബദ്ധം എനിക്ക് പറ്റി. ഇതുണ്ട്, ഇവിടെ ബ്രൂയിങ് സ്റ്റാൻഡിന് ഒരു വില്ലേജർ ഉണ്ടായിരുന്നു. അതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വില്ലേജർ ഡെഡായി ഗൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂംബി അല്ല അതിനെ കൊന്നത്, ഞാനാണ് അതിനെ കൊന്നത്. സൂംബി ഹിറ്റ് ചെയ്ത് ഒരു 5 ഹിറ്റ് അടിച്ച് 6ാമത്തെ ഹിറ്റ് എൻ്റെ ആയിരുന്നു. അറിയാതെ അവരെ ഞാൻ കൊന്നു ഗൈസ്. കുഴപ്പമില്ല, ബ്രൂയിങ് സ്റ്റാൻഡ് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം കുഴപ്പമില്ല ഗൈസ്. ഇവിടെ പ്രൊട്ടക്ഷൻ 4 ഒക്കെ 50 എമറാൾഡിനാണ് തരുന്നത്. ഇപ്പോൾ 1 എമറാൾഡിനൊക്കെ തന്ന് ഇപ്പോൾ എല്ലാ റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പൊട്ടന് ഇവിടെ ഇരിപ്പുണ്ട്. അവനെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം ഗൈസ്. എന്തെങ്കിലും കൂട്ടി പിടിച്ചിടണം, സില്ല് എല്ലാം പിടിച്ചിടണം. അതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള ഗോൾഡൻ ആപ്പിളും വീക്ക്നെസ് പോഷനൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അങ്ങനെ അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ എപ്പിസോഡിന് വേണ്ട എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഇന്നത്തെ ലെറ്റ്സ് പ്ലേ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.